എടോ ശേഖര, കഴിഞ്ഞ മാസം പറഞ്ഞ ചളിക്കോർത്തത്തെ പണി താൻ നോക്കിയത് പണിയെല്ലാം കൊടുത്ത ഞാൻ നിനക്ക് മനസ്സിലായ പറഞ്ഞ കാര്യം. കഴിഞ്ഞ മാസം പറഞ്ഞത് ചളിക്കോട്ടത്തെ പണി അത് വല്ല ചെയ്സ് ആവോ? അത് പിള്ളേര് കൈകാര്യം ചെയ്തത് കാരണം അത് അങ്ങനെ വിഷയമൊന്നുമില്ല. ഇനി പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്താല് ഓക്കെ. ലാസ്റ്റ് നമുക്ക് പണിയാവും. ഇല്ലണ്ണ, അതൊക്കെ നമ്മളേറ്റ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മളേറ്റ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും അതിനെപ്പറ്റി ബുദ്ധിമുട്ട് ശേഖര, നീ അത് ഉത്തരവാദിത്തോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് സൈസ് ആവൂല. നോക്കിയും ചെയ്യണം നീ. ഇനി അടുത്ത കേസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. പറയാം, നോക്കട്ടെ. ജാനു, നീ ഏറ്റ പണി നീ ചെയ്താൽ മതി. ശേഖരൻ ഏറ്റ പണി ശേഖരൻ ചെയ്യും. ലാസ്റ്റ് എല്ലാം കൂടി എടുത്തിട്ട് കുളം വെക്കരുത്. എനിക്ക് അത്രയും പറയാനുള്ളൂ. അത് ചെയ്യാം അണ്ണ, അത് കുഴപ്പമില്ല. എന്താണോ താനിവിടാ? ഞാന് രാജപ്പനെ കാണാൻ വന്നു. രാജപ്പനെ കാണാൻ എന്തിനാണ്? ജാനി ചേച്ചി, ഇയാളെ എനിക്കറിയാം. ആളൊരു പാവമാണ്, എന്തോ കാര്യമുണ്ട്. അണ്ണനറിയാമോ, ഇയാളുടെ കടയിൽ ചെന്ന് ഞാൻ അത്ത ചോദിച്ചപ്പോ ഇയാൾക്ക് തരാനൊരു മടി. ഈ പന്നൻ ആദ്യം തന്നില്ലെന്നേ. നിന്നെ തല്ലിപ്പോ നീ തോട്ടിൽ ചവിടി താത്തും കേട്ടോടാ, പറഞ്ഞേക്കാം. അയ്യോ രായപ്പണ്ണ, വിട് 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 രായപ്പണ്ണ. അയാളൊരു പാവം. അയാൾക്ക് ജാനി ചേച്ചി ആരാന്ന് അറിയാൻ വയ്യാത്തോണ്ടാ. അയാളെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല അണ്ണാ, നമ്മളാവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ആളെ അറിയാൻ വയ്യായിരുന്നു, അതുകൊണ്ട് മാപ്പാണ്. ശരി ശരി, ക്ഷമിച്ചിരിക്കും. താൻ വന്ന കാര്യം പറ. എൻ്റെ മകനുമായി ഒരു പ്രശ്നം. അവനൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലാണ്. അത് പിന്നെ ജാതി പ്രശ്നമായി, അടിയായി, കേസായി. എന്നിട്ട് പോലീസ് എന്ത് പറഞ്ഞു? അവരെന്ത് പറയാൻ, കേസ് എഴുതി തള്ളി. അവരെന്നെ വീട് കയറി മറിഞ്ഞിച്ച് മകനെ തല്ലി ആശുപത്രിയിലാക്കി. അതിന് ഞങ്ങളുടെ അടുത്ത് ഞാൻ വന്ന എൻ്റെ കുടുംബത്ത് കയറി പ്രശ്നം ഉണ്ടാക്കിയവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ 2 മടങ്ങാക്കി തിരിച്ചു കൊടുക്കണം അവന്. അതിന് സഹായം ചോദിച്ചാൽ നിങ്ങളുടെ ഞാൻ വന്നത്. ചേട്ടാ, കാര്യം വിശദമായിട്ട് പറ, നമുക്ക് തീരുമാനം ഉണ്ടാകും. എടോ ചാക്കോ, പെൺകുട്ടികളുള്ളവർ പറയും ആൺകുട്ടികൾ വേണം, ആൺകുട്ടികളുള്ളവർ പറയും പെൺകുട്ടികൾ വേണം. എന്ത് കാര്യം? ഒരു കാര്യം ഇല്ലടോ, എല്ലാം കണക്കാണ്. ശരിയാ, പെണ്ണായാലും ഓടിപ്പോവും, ആൺകുട്ടികളാണ് കൂട്ടിയിട്ട് വരും. ഇതെല്ലാം നാട്ടു നടപ്പ്. ശരിയാണ് രാജപ്പണ്ണ.
എല്ലാം നാട്ടുനടപ്പ് തന്നെ. ശരിയാണ് അണ്ണ, വീട് കയറി തല്ലിയവനെ വെറുതെ വിടാൻ പാടില്ല. ഇനി ഏത് കൊമ്പത്തിരിക്കുന്നവനാണേലും അവനിട്ട് പണിതിട്ട് തന്നെ ബാക്കി കാര്യമാണ്. ഏറ്റെടുത്ത പണി ചെയ്ത് തീർത്തിട്ട് തന്നെ ഇനി വിശ്രമം. അതെ, പിള്ളേരെ വളർത്തുന്നതിലുമുണ്ട് രക്ഷകർത്താക്കളുടെ പങ്ക്. ചിലര് പിള്ളേരെ വളർത്തി ചീത്താക്കി കളയും, പിന്നെ പിള്ളേരുടെ ഇഷ്ടം. ശരിയാ, അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ. എന്റെ മോനെ നന്നായിട്ട് തന്നെ ഞാൻ വളർത്തിയത്. പക്ഷെ പെണ്ണ് രസിപ്പെട്ടു. ഇപ്പോഴത്തെ പിള്ളേരെ ചെറുപ്രായത്തിൽ തന്നെ ഓടിപ്പോകുന്നു, കല്യാണം കഴിക്കുന്നു, ഡൈവോഴ്സും ആകുന്നു. അവരുടെ ജീവിതം അവര് തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത്. അതെ, അവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ച് കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? എല്ലാം അവരുടെ കയ്യിൽ ഭദ്രമായിരിക്കും, അല്ലേ ജാനു ചേച്ചി? ആ ശരിയാ ശേഖര, നീ പറഞ്ഞത് നേരാ. ഈ പെൺപിള്ളേരൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു. 15 വയസ്സിൽ 10ാം ക്ലാസ്, പിന്നെ 20 വയസ്സ് വരെ ഡിഗ്രിയും മറ്റുമായി. 24 25 വയസ്സിൽ ഒരു ജോലി, എന്നിട്ട് പോരെ കല്യാണം. ചില പെൺകുട്ടികളുണ്ട് അങ്ങനെ, അവരൊക്കെ ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ചിലരുണ്ട് അമ്മായി അമ്മയുടെയും നാത്തൂന്റെയും അടിയും ഇടിയും ശകാരവും കേട്ട് അവർക്ക് അടിമകളായി കഴിയുന്നവര്. ചില നട്ടലില്ലാത്ത ആണുങ്ങളും. ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ, എന്നെ കൊല്ലല്ലേ. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നാട്ടുകാരെ നന്നാക്കിയിട്ട് നമുക്കെന്ത് കിട്ടാൻ? നാട്ടുകാർ നന്നായാലേ നമ്മൾ ഈ പണി നിർത്തേണ്ടി വരും. അത് ശരിയാ ചാക്കോ ചേട്ടാ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. വേറൊരു കാര്യം, ഇത് ഞാനാണ് ചെയ്യിച്ചതെന്ന് ആരും അറിയരുത്. അത്രമാണ്. അത് ഞങ്ങളേറ്റു. ഞങ്ങളല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. ഞങ്ങളെ വിശ്വസിക്കാം. ജാനു ചേച്ചി പറഞ്ഞതാ, അച്ചിട്ട പോലെയാ.